Here I am going to discuss about system software and application software, high level and low level languages, and structured programming approach. Then what is a software? Software is a set of instructions, data or programs used to operate computers and execute specific tasks. There are two types of softwares, system software and application software. First one is system software. It is a software designed to provide a platform for other softwares. വേറെ സോഫ്റ്റ്വെയർസ് റൺ ചെയ്യുന്നതിന് വേണ്ട ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുകയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് ദ എൻഡ് യൂസർ. ഇതിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാം ലോ ലെവൽ ലാംഗ്വേജിലുള്ളതായിരിക്കും, കാരണം ഇത് ഹാർഡ്വെയറുമായിട്ട് ഡയറക്റ്റ്ലി ഇൻറ്ററാക്ട് ചെയ്യുന്നതാണ്. These are commonly prepared by computer manufacturers. Examples are operating system, game engine, search engine, computer language translators like compiler, assembler, interpreter, etc., device driver, linker, loader, etc. Second one is application software. It is a software that performs specific tasks for an end user. ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എക്സാമ്പിൾസ് റെയിൽവേ റിസർവേഷൻ സോഫ്റ്റ്വെയർ, മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഫോട്ടോഷോപ്പ്, വെബ് ബ്രൗസർ, എക്സെട്ര. Now we are going to see some system softwares. First one is operating system. It is an interface between computer user and the computer hardware. Important functions of an operating system are memory management, process management, device management, file management, security, control over system performance, job accounting, error detection aids, coordination between other software and users, etc. Operating system examples are Windows, Linux, Mac OS, etc. Another system software is compiler. Compiler is a computer software that translates source code written in a high-level language into a set of machine language instructions that can be understood by a digital computer CPU. ഹൈ-ലെവൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രോഗ്രാമിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കമ്പൈലർ. ചില കമ്പൈലേഴ്സ് ഡയറക്റ്റ്ലി മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നാൽ വേറെ ചില കമ്പൈലേഴ്സ് ഹൈ ലെവൽ ലാംഗ്വേജിനെ അസംബ്ലി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ഒരു അസംബ്ലർ യൂസ് ചെയ്ത് ഈ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് എ കമ്പൈലർ: ലെക്സിക്കൽ അനാലിസിസ്, പാഴ്സിംഗ്, സെമാൻറ്റിക് അനാലിസിസ്, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, കോഡ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് കോഡ് ജനറേഷൻ. Different compilers are GCC, it's a C compiler. G++, it is a C++ compiler. Java C, it is a Java compiler. Another system software is interpreter. It is just like a compiler, ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ കോഡിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യുകയാണ്, പക്ഷേ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് കൺവേർഷൻ. ഫസ്റ്റ് ലൈൻ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ദെൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം സെക്കൻഡ് ലൈൻ കൺവേർട്ട് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, ആൻഡ് സോ ഓൺ. ജാവാസ്ക്രിപ്റ്റ്, പൈത്തൺ, റൂബി ഒക്കെ ഇൻ്റർപ്രറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ: കമ്പൈലർ എൻ്റയർ പ്രോഗ്രാമിനെ സ്കാൻ ചെയ്ത് അതിനെ മെഷീൻ കോഡായി കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാമായി സേവ് ചെയ്ത് വെക്കുന്നു. എന്നാൽ ഇൻ്റർപ്രറ്ററിൽ അങ്ങനൊരു ഒബ്ജക്റ്റ് പ്രോഗ്രാം സേവ് ചെയ്ത് വെക്കുന്നില്ല. ഇവിടെ വൺ ലൈൻ അറ്റ് എ ടൈം മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ദെൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കൺവേർട്ട് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷമാണ് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ കൺവേർട്ട് ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും. കമ്പൈലർ ഒബ്ജക്റ്റ് കോഡ് സേവ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് സബ്സിക്വൻറ്റ് എക്സിക്യൂഷൻ ടൈമിൽ സോഴ്സ് കോഡിൻ്റെ ആവശ്യമില്ല. സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് കോഡ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ അതിനാൽ തന്നെ ദ ഓവറോൾ എക്സിക്യൂഷൻ ടൈം കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ ആണ് കമ്പൈലറിന്. ഇൻ്റർപ്രറ്റർ ഇങ്ങനൊരു ഒബ്ജക്റ്റ് കോഡ് സേവ് ചെയ്ത് വയ്ക്കുന്നില്ലാത്തത് കൊണ്ട് ഓരോ ടൈമും എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി സോഴ്സ് കോഡിൻ്റെ ആവശ്യം ഉണ്ട്.
സോ ദ ഓവറോൾ എക്സിക്യൂഷൻ ടൈം കമ്പൈലറിനെ ബേസ് ചെയ്ത് ഇൻ്റർപ്രറ്റർ കുറച്ച് സ്ലോ ആണ്. കമ്പൈലറിൽ എല്ലാ എറേഴ്സും ഒന്നിച്ചാണ് ഡിസ്പ്ലേ ചെയ്ത് വരിക. സോ ഡീബഗിങ് ഡിഫിക്കൽട്ടാണ്. ഇൻ്റർപ്രറ്ററിൽ എറേഴ്സ് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഫസ്റ്റ് ലൈൻ ചെക്ക് ചെയ്യുന്നു, എറേഴ്സ് ഇല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് ലൈൻ എടുക്കുന്നു. ഏത് ലൈനിൽ വെച്ചാണോ എറർ വരുന്നത് അവിടെ വെച്ച് പ്രോഗ്രാം സ്റ്റോപ്പ് ആവുന്നു. സോ എവിടെയാണ് എറർ എന്നുള്ള കാര്യം ഡീബഗ് ചെയ്യാൻ ഇൻ്റർപ്രറ്ററിൽ ഈസിയാണ്. അനദർ സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് അസംബ്ലർ. അസംബ്ലർ ഈസ് എ പ്രോഗ്രാം ദാറ്റ് കൺവേർട്സ് assembly language into machine code. Next system software is device driver. It controls a particular type of device that is attached to the computer such as a keyboard or a mouse. കമ്പ്യൂട്ടറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസിനും കറസ്പോണ്ടിങ് ഒരു ഡിവൈസ് ഡ്രൈവർ മസ്റ്റാണ്. ഡിവൈസും സിസ്റ്റവുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ ത്രൂ ഡിവൈസ് ഡ്രൈവർ ആണ്. Classification of computer languages. Computer languages are divided into two, low-level language and high-level language. ബൈനറി ഫോമിൽ എഴുതുന്ന പ്രോഗ്രാമാണ് മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം. ബൈനറി ഫോം മീൻസ് സീറോസ് ആൻഡ് വൺസ് വെച്ച് മാത്രം എഴുതുന്ന പ്രോഗ്രാംസ് ആണ് മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാംസ്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് മെഷീൻ ലാംഗ്വേജ് മാത്രമേ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കൂ. Programs written in machine language or assembly language is known as low-level language. Next is high-level language. Programs that are written in structured languages such as English are known as high-level languages. High-level languages കമ്പ്യൂട്ടറിന് ഡയറക്റ്റ്ലി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കില്ല. So it requires a translator which translates the high-level language into a machine code. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഹൈ ലെവൽ ലാംഗ്വേജിനെ അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സം ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആർ അസംബ്ലർ, കമ്പൈലർ, ഇൻ്റർപ്രറ്റർ എക്സെട്ര. അസംബ്ലർ കൺവേർട്സ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ടു മെഷീൻ കോഡ്. കമ്പൈലർ കൺവേർട്സ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ടു മെഷീൻ കോഡ്. Interpreter converts high-level language program to machine code in line-by-line manner. Comparison of high-level language and low-level language. High-level is programmer-friendly language, but low-level language is machine-friendly language. High-level is less memory efficient, but this one is high memory efficient. High level is easy to understand. English language ആണ് എഴുതുക. So it is easy to understand. Low level language zeros and ones വെച്ചോ mnemonics യൂസ് ചെയ്തിട്ടോ ആണ് എഴുതുക. So it is very tough to understand. High level language is very simple to debug, but low level is complex to debug. High level is simple to maintain or modify, but low level is complex to maintain and modify. High level is portable and can run on any platform, but low level is non-portable and it is machine dependent. High level language needs compiler or interpreter for translation, but low level language assembly language ആണെങ്കിൽ മാത്രം assembler യൂസ് ചെയ്യുന്നു. High level language is used widely for programming, but low level language is not commonly used. High-level language execute slower than low-level languages and low-level language execute in high speed. High-level language എഴുതുന്നതിന് വേണ്ടി ഹാർഡ്വെയർ നോളജിൻ്റെ ആവശ്യമില്ല. ബട്ട് ലോ-ലെവൽ ലാംഗ്വേജ് എഴുതുന്നതിന് വേണ്ടി ഹാർഡ്വെയർ നോളജ് വേണം. C++, ജാവ, പൈത്തൺ എല്ലാം ഹൈ-ലെവൽ ലാംഗ്വേജസ് ആണ്. Machine language, assembly languages like 8085, 8086, etc. are belongs to low-level languages. Structured programming approach. The main aim of structured programming is to improve and increase quality, clarity and development time of a computer program. ഇവിടെ പ്രോഗ്രാംസിനെ സ്മോൾ പ്രോഗ്രാംസ് ഓർ ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. Each of these functions has specific job. എന്തെങ്കിലും പെർട്ടിക്കുലർ ജോബ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഓരോ ഫങ്ഷനും എഴുതുക. Functions are written globally and code lines are processed one by one.
that means run sequentially. It generally follows top-down approach. It is all about facilitating creation of programs with readable code and reusable component. ഫങ്ഷൻസ് റീയൂസബിൾ കോഡാണ്. എവിടെയൊക്കെ ആ ഫങ്ഷൻ യൂസ് ചെയ്യണോ അവിടെയൊക്കെ ആ ഫങ്ഷനെ കോൾ ചെയ്താൽ മതിയാവും. It is a method of organizing, managing and coding programs that can provide much easier modification and understanding. Structured programming approach യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് C, C++, Pascal, Algol, etc.